പോകുന്നത് വീണ്ടും നമ്മൾ മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് ഇത്തവണ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന ഇടമാണ്. അവിടെ ഇത്തവണ ഒരു അട്ടിമറി വിജയം സാധ്യമല്ലെങ്കിൽ കൂടിയും അവിടെ വലിയ മുന്നേറ്റമാണ് ഇത്തവണ CPM പ്രതീക്ഷിക്കുന്നത്. യുവ നേതാവ് വസീഫിനെ തന്നെയാണ് അവിടെ CPM കളത്തിലിറക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആവും മലപ്പുറത്തെ ജനവിധി എന്നാണ് വസീഫ് പറയുമ്പോൾ വരുന്നത്. ഫലം വരുമ്പോൾ ലീഗ് നേതൃത്വത്തിലെ ചിലർ തെറിക്കും. ഇത്തവണ ജയം LDF-നൊപ്പമാകുമെന്നുമാണ് വസീഫിന്റെ അവകാശവാദം. കേൾക്കാം വാക്കുകൾ. മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി വസീഫ് കലാശക്കൊട്ട ദിവസത്തെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മണ്ഡലത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണമാണ് അദ്ദേഹം നടത്തുന്നത്. വസീഫ് നമ്മോടൊപ്പം ചേരുന്നു. വസീഫിന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. വസീഫ്, കലാശക്കൊട്ടാണെന്ന് പരസ്യപ്രചാരണത്തിന് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. അവസാന പ്രതീക്ഷകൾ എങ്ങനെ? മലപ്പുറത്ത് ഇടതുപക്ഷം ജയിക്കും. ഞാൻ തുടക്കം മുതൽ നിങ്ങൾ റിപ്പോർട്ടർ എന്നുള്ള നിലയ്ക്ക് ന്യൂസ് 18 വലിയ മെജോറിറ്റി ഉള്ള മണ്ഡലമാണ് UDF എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സൗഹാർദ്ദത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരുത്തി പറയേണ്ടി വരും. ഇപ്പോൾ നിങ്ങളുടെ ബോധ്യം തിരുത്തേണ്ടി വരും എന്ന് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തരത്തിലേക്ക് മണ്ഡലത്തിലെ ജനങ്ങളാകെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തർക്കവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗിലെ ചില നേതൃത്വത്തിലിരിക്കുന്ന ചിലരുടെ സ്ഥാനം തെറിക്കും. അടിയൊഴുക്കുകൾ ശക്തമാണ്. അടിയൊഴുക്കാണോ മുകളിലൂടെയുള്ള ഒഴുക്കാണോ എന്നുള്ളത് നമുക്ക് ജൂൺ 4 ബോധ്യപ്പെടും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പോടുകൂടി മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്തിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും, മാറ്റമുണ്ടാകും. പലരുടെയും സ്ഥാനം തെറിക്കും. മറുവശത്ത് പരിണിതപ്രജ്ഞനായ മുതിർന്ന നേതാവാണ് AT മുഹമ്മദ് ബഷീർ. പാർലമെന്റേറിയനാണ്, നിരവധി വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിക്കെതിരെ താങ്കളെ ജനങ്ങൾ സ്വീകരിക്കാൻ എന്താണ് അതിന്റെ അടിസ്ഥാനമായിട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-24 കൊല്ലത്തോളം ഏറ്റവും സജീവമായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു വ്യക്തിയാണ് ഞാനും. അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധിയാവുക എന്നുള്ളതല്ല, പൊതുസേവനത്തിന് ജനപ്രതിനിധിയാകണമെന്നില്ല. ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനം ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട്. ഒരാൾ ഒരു സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനത്ത് തന്നെ അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ തുടർച്ചയായ ഒരു സ്ഥാനത്ത് ഒരാളെ തന്നെ ഇരുത്തുന്നത് ഒരു കാലത്തും ഒരു ജനത്തിനും ഇഷ്ടപ്പെടും, നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ തുടർച്ചയായി ഒരേ ആളുകൾ തന്നെ വീണ്ടും വീണ്ടും മത്സരിക്കുന്നു. ആ പാർട്ടിയിൽ തന്നെ വേറെ എത്ര ആളുകളുണ്ട്. ഇതുപോലെ ഒരു അവസരം കൊടുത്താലല്ലേ പുതിയ ആളുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വികാരം ഉണ്ടാകും, സ്വാഭാവികമല്ലേ. ഇങ്ങനെ തുടർച്ചയായി, അതും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നേതൃത്വത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വസീഫിന്റെ വാക്കുകളാണ് കേട്ടത്. എന്തായാലും ഇടതുപക്ഷം വലിയൊരു മുന്നേറ്റമാണ് ഇത്തവണ മലപ്പുറത്ത് ലക്ഷ്യമിടുന്നതെങ്കിൽ NDA ഒരു പ്രധാനപ്പെട്ട നീക്കം ഇത്തവണ മലപ്പുറത്ത് നടത്തുന്നുണ്ട്. അവിടെ കാലിക്കറ്റ് സർവകലാശാല മുൻ VC ആണ് ഇത്തവണ NDA കളത്തിലിറക്കിയിരിക്കുന്നത്. അതെ, സ്വാഭാവികമായും ഇത്തവണ മത്സര രംഗത്ത് സജീവമാകുന്നു എന്നത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ തവണ സൂചിപ്പിച്ചത് കൂടിയാണ്. അതായത് ഈ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരുമ്പോൾ അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതൊക്കെ ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പോരാട്ടം ആ തരത്തിൽ കൂടി ശ്രദ്ധേയമാകുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി മാത്രവുമല്ല, ഈ സർവകലാശാല, അതായത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ കൂടിയാണ് ഇങ്ങനെയൊരു മത്സരാർത്ഥി കളത്തിലേക്ക് എത്തിയത് എന്നതും പറയേണ്ടതാണ്. നമുക്കൊപ്പം CV അനുമോദിനൊപ്പം ചേരുന്നത് അവിടുത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുൾ സലാം തന്നെയാണ്. ഡോക്ടർ അബ്ദുൾ സലാം, അനുമോദ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രചരണ നീക്കങ്ങൾ ഈ അവസാന പ്രചരണ ദിവസം? സജിത്ത്, അഭിലാഷ്, ശ്രീ അബ്ദുൽ സലാം ഇപ്പോഴും അവസാനവട്ട പ്രചരണത്തിന്റെ ഓട്ടത്തിലാണ്, തിരക്കിലാണ്. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. ഇനി പരസ്യ പ്രചാരണം അവസാനിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എങ്ങനെയാണ് അങ്ങയുടെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം? ആദ്യത്തേത് വളരെ കൂടിയിട്ടുണ്ട്. ആദ്യം എന്ന് പറയാൻ നമ്മൾ 4.9 അല്ലേ തുടങ്ങിയത്. അത് തുടങ്ങി ഗ്രാജുവലി പിക്കപ്പ് ചെയ്ത് ഞങ്ങളെല്ലാം വാമപ്പ് ചെയ്ത് ഞങ്ങളുടെ മെഷീനറിയെല്ലാം ഇത് എഞ്ചിന് കയറി പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഗിയർ 1 ഗിയർ 2 ഗിയർ 3 അടിച്ച് ഇങ്ങനെ വണ്ടി പോയല്ലേ. 50 ദിവസമായില്ലേ. 50 ദിവസം കൊണ്ട് നമ്മുടെ ഗ്രാഫ് എത്ര 4.9 22 വരെ എത്തി. നിങ്ങളുടെയൊക്കെ സർവേ ആണ്, ശരിയാണോ ഇല്ലയോ നിങ്ങൾ പറയേണ്ടി വരും. 22 നമ്മൾ എത്തിയപ്പം അതൊരു വലിയ മാറ്റമല്ലേ, 4 ഇരട്ടിയിലധികമുള്ള മാറ്റം. വലിയ പിന്നെ ഒന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫ്രണ്ടാണ് മിസ്റ്റർ വിനോദ്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചയിൽ 600 വീട് കയറി.
അതിൽ 90% മുസ്ലിംസാണ്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ്, ചിരിച്ചുകൊണ്ടുള്ള റെസ്പോൺസ്. ഒരു മുസ്ലിം ലീഗ് ദുആ ചെയ്ത് എഴുന്നേറ്റ് നിന്ന് ദുആ ചെയ്ത് നിങ്ങളുടെ കാൻഡിഡേറ്റ് അബ്ദുൽ സലാം സാറിനെ വിജയിപ്പിക്കണമെന്ന് ദുആ ചെയ്തു. അത് മാത്രം അവർ ചോദിക്കുന്നു, നിങ്ങൾ BJP-ക്കാർ എന്ത് ഞങ്ങളുടെയൊക്കെ വരാത്തത്? അല്ല, ഈ BJP-യുടെ വലിയ തൊട്ടുകൂടായ്മ ഉള്ളൊരു സ്ഥലമാണ് മലപ്പുറം എന്നാണ് മുൻപുള്ള ഒരു വിലയിരുത്തലും അനുഭവങ്ങളൊക്കെ. അങ്ങേക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അവിടെ ഇവിടെയും ചില പോക്കറ്റുകളിലും ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഈ മേ ബി ഒരു 5% ആൾക്കാർക്ക് ഈ തൊട്ടുകൂടായ്മ ഫീൽ ചെയ്യുന്നുള്ളൂ. ഇവർക്കൊക്കെ അറിയാം, ഇവരൊക്കെ കാലങ്ങളായി ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്നും ഇവരല്ല ഇടത് വലതല്ല ഞങ്ങളുടെ രക്ഷകരെന്നും ഞങ്ങൾക്ക് പടച്ചോനെ ഉള്ള രക്ഷകരെന്നും ഒക്കെ നന്നായിട്ടറിയാം. ഇവരോട് നമ്മൾ പറയണം, നിങ്ങളെ പറ്റിച്ചോട്ട് വായിക്കുകയാണ്, അതിൽ നിന്ന് വെളിയിൽ വരൂ. നിങ്ങൾക്കൊരു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൗരത്വ നിയമ ഭേദഗതി, അതിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ പ്രധാന പ്രസംഗം, അത് വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും എങ്ങനെയാണ് മലപ്പുറത്ത് പറയുക? ഈ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ് ചർച്ച ചെയ്യാൻ ഇവർക്കൊരു അവസരമാണ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് മുസ്ലിംകൾക്കെതിരായിട്ടല്ല പറഞ്ഞത്. നിങ്ങളത് കാര്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. രാജസ്ഥാനിൽ ഇലക്ഷൻ ക്യാമ്പയിൻ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന അവസരം കോൺഗ്രസിൻ്റെ പ്രോപ്പർട്ടി പാസ്റ്റ് ബിഹേവിയറാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഭരണത്തിരുന്നു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ ചില ആൾക്കാരെ ലൂർ ചെയ്തു എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്ന രീതി കൊടുത്തു. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് പൈസ കൊടുക്കുന്ന കൈക്കൂലിയായിട്ട് കൊടുക്കാം, നിങ്ങളെ നർച്ചർ ചെയ്യാൻ വേണ്ടി അമ്മ കൊടുക്കുന്നവർക്ക് പാല് കൊടുക്കാം, പിന്നെ എന്താ ചെയ്യുക, നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള കൊടുക്കാം, റൈറ്റായിട്ടുള്ള എല്ലാവരും കൊടുക്കാം. നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോഷകക്കുറവുള്ള കൊടുക്കത്തില്ലേ, അതുപോലെ ചില സപ്പോർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് പബ്ലിക് മണി എടുത്തിട്ട് പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ കൈക്കൂലി തരുന്നത് പോലെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ട് വോട്ട് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി ഭരിക്കുന്നതിനാണ് ലൂറിങ് ആയിട്ട് ചില കമ്മ്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചതിന് അതിനെ പ്രൈം മിനിസ്റ്റർ നിശ്ചിതമായി അല്ല. മുസ്ലിം അദ്ദേഹത്തിന് ഹി ലവ്സ് മുസ്ലിംസ്. എന്നോട് പറഞ്ഞല്ലോ, യു ഗോ ടു മലപ്പുറം, there are 70% Muslims there. You meet them, you greet them. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കൂ, അത് സോൾവ് ചെയ്യൂ, മലപ്പുറത്തിന്റെ വികസനം ഏറ്റെടുക്കൂ. വലിയ വികസന ഇത്തവണ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് NDA അവിടെ മത്സരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി വിവാദത്തിലെത്തി നിൽക്കുന്ന, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം അദ്ദേഹം, രാജസ്ഥാനിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ദേശീയ തലത്തിൽ തന്നെ വിവാദമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് മറ്റുള്ളവർക്ക്, അതായത് പിന്നാക്ക വിഭാഗങ്ങൾക്ക്, ആദിവാസികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ഇസ്ലാം മത വിഭാഗത്തിന് നൽകി എന്നതുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുണ്ട്. അതിൽ പോലുമുള്ള പ്രതികരണം എന്തായാലും അനുമോദ് തേടുന്നുണ്ട് ഈ അബ്ദുൽ സലാമിൽ നിന്ന്. യെസ്, അത് എന്തായാലും സ്വാഭാവികമായും മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് അവിടെ അബ്ദുൽ സലാം NDA-ക്ക് വേണ്ടി, BJP-ക്ക് വേണ്ടി ഇത്തവണ വോട്ട് ചോദിക്കുന്നതെന്നാണ് സാഹചര്യം.